വിജിതമാം ഞാൻ വിജിതമാമിൻ്റെ ക്ലാസ്സിൽ ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ ഫ്രീ ഡെമോ ക്ലാസ് കണ്ടിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് സ്റ്റാർട്ടായതാണ്. എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഇഷ്ടമായി, താല്പര്യമായി. ഞാൻ യോഗ നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്നാലും വിജിതമാമിൻ്റെ ക്ലാസ് ഞാൻ നേരത്തെ ചെയ്ത യോഗ ക്ലാസ് പോലല്ല. നല്ല എനർജറ്റിക്കും നല്ല എല്ലാം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ ഒരു കൊച്ചു കുട്ടികളെ പോലെയാണ് വിജിതമാം പഠിപ്പിക്കുന്നത്. ഒരു LKG ക്ലാസ്സിനെ എങ്ങനെ പഠിപ്പിക്കുന്നു അതേ രീതിയിലാണ് മാം ഓരോ സ്റ്റുഡൻറ്റിനെയും മനസ്സിലാക്കി തരുന്ന രീതിയിൽ പഠിപ്പിച്ച് അവർ അത് മനസ്സിലാക്കണം. അതിനെ റിപ്പീറ്റ് ചെയ്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എനിക്ക് ജോയിൻ ചെയ്തതോടുകൂടി എനിക്ക് ഒത്തിരി മാറ്റമുണ്ട്. എൻ്റെ കാലുകളും കൈകളും എല്ലാം വഴങ്ങാനും എൻ്റെ വയറ് ഒക്കെ ഒന്ന് ചെറുകെ ഒന്ന് ഒതുങ്ങാനൊക്കെ തുടങ്ങി. വെയിറ്റൊന്നും കുറഞ്ഞില്ല എങ്കിലും വെയിറ്റൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും എന്നും എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒക്കുന്നില്ല. എനിക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. തൈറോയ്ഡ് റിമൂവ് ചെയ്തു, യൂട്രസ് റിമൂവ് ചെയ്തു. തൈറോയിഡിനകത്ത് പാപ്പിലറി കാർസിനോമയായിരുന്നു. അതിന് അയഡിൻ തെറാപ്പിയൊക്കെ ചെയ്തതാണ്. എൻ്റെ ജോയിൻസിനൊക്കെ പെയിൻ ഉണ്ട്. എന്നാലും എനിക്ക് ആ ക്ലാസ് ഞാൻ വരുന്ന ദിവസങ്ങളിലെല്ലാം എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല എങ്കിലും ഞാനത് ട്രൈ ചെയ്ത് എനിക്ക് ചെയ്യാം എന്ന് ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സൂര്യ നമസ്കാരമൊക്കെ ആണെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ കാല് വഴങ്ങുകയില്ലായിരുന്നു. എന്നാലും ഇപ്പോൾ ചെയ്ത് ഒത്തിരി മാറ്റങ്ങളുണ്ട്. അതുപോലെ എൻ്റെ മുഖത്തൊക്കെ കരിവാളിപ്പുണ്ടായിരുന്നു. കണ്ണിൻ്റെ അടിയിലെല്ലാം കരിവാളിപ്പുണ്ടായിരുന്നു. അതൊക്കെ മാറി വരുന്നുണ്ട്. പിന്നെ അതുപോലെ കണ്ണിന് എനിക്കാണെങ്കിൽ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കാൻ പറയുമ്പോൾ റൈറ്റും ലെഫ്റ്റും ഒക്കെ പറയുമ്പോൾ എൻ്റെ കണ്ണ് ഇങ്ങനെ വിടർന്നു വരില്ലായിരുന്നു. എനിക്കങ്ങ് ഒരു പാട പോലെയായിരുന്നു അനുഭവിക്കുന്നത്. ഇപ്പം നല്ല ക്ലിയറും. ഞാനാണെങ്കിൽ ബൈബിളൊക്കെ ആണെങ്കിലും വലിയ അക്ഷരത്തിൻ്റെ ബൈബിളാണ് വാങ്ങിച്ച് വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നോർമലായിട്ടുള്ള ബൈബിൾ എനിക്ക് വായിക്കാൻ ഒക്കുന്നുണ്ട്. ആദ്യമേ ഞാൻ വിജിതമാമിനോടും എൻ്റെ ദൈവത്തോടും വിജിതമാമിനെ എനിക്ക് കണ്ടുമുട്ടാൻ ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ കണ്ടുമുട്ടിയത്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരു ദൈവത്തെ പോലെ ഞാൻ വിജിതമാമിനെ എന്നും പ്രാർത്ഥിക്കുന്നു. ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇങ്ങനെ ഓരോ വരും തലമുറയ്ക്കും പ്രചോദനം നൽകുവാൻ വേണ്ടി രോഗങ്ങൾ മാറി എല്ലാവരും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുവാൻ വേണ്ടി വിജിലമാമിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നു. അനേകരെ ഇങ്ങനെ ഇത് കണ്ട് എല്ലാവരും യോഗ ചെയ്ത് നല്ല അവരവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഇടയായി തീരട്ടെ എന്ന് ഈശ്വരനോട് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു.